നമസ്കാരം. നമ്മുടെ ഉള്ളിലെ സമാധാനം എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് സ്വസ്ഥമായിരിക്കുക എന്നത് വലിയൊരു ടാസ്ക് അല്ലേ? പക്ഷേ നമ്മുടെ ഈ വൈകാരിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി വളരെ പുരാതനമായ ഒരു ഹവായൻ ഹീലിംഗ് ടെക്നിക്കിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം, ഹോ'ഒപോനോപോനോ. പേര് വിചിത്രമാണെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങളിപ്പോഴും പഴയ കാലത്തിന്റെ ഭാരവും ചുമന്നുകൊണ്ടാണോ നടക്കുന്നത്? അതായത് ആ പണ്ടെങ്ങോ നടന്ന സംഭവങ്ങൾ, കുട്ടിക്കാലത്തെ ചില മോശം അനുഭവങ്ങൾ, അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള തീരാത്ത ദേഷ്യം. ശരിക്കും നമ്മൾ എന്തിനാണ് ഇതൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഈ വൈകാരിക ഭാരം വെറുതെ മനസ്സിൽ കിടക്കുക മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ വിജയങ്ങളെ തടസ്സപ്പെടുത്താനും, എന്തിന് പല വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ അസുഖങ്ങളായി അത് പുറത്തേക്ക് വരാനും ഇത് കാരണമാകുന്നുണ്ട്. ശരി, നമുക്ക് ഇതിലേക്ക് കടക്കാം. എന്താണ് ശരിക്കും ഈ ഹോ'ഒപോനോപോനോ? ഈ ഹവായൻ വാക്കിന്റെ അർത്ഥം തെറ്റുകൾ തിരുത്തുക അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാക്കുക എന്നാണ്. ഇവിടെ നമ്മൾ സാധാരണയായി കേൾക്കുന്ന ക്ഷമിക്കുന്ന പരിപാടിയല്ല കേട്ടോ. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ചാണല്ലോ ചിന്തിക്കാറ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് സ്വന്തം മനസ്സിനോട് തന്നെയുള്ള അഗാധമായ ക്ഷമ ചോദിക്കലും സ്വയം സ്നേഹിക്കലുമാണ്. അതായത് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഇതൊക്കെ വെറുതെ പറയുന്നതാണോന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ ചരിത്ര സംഭവമൊന്ന് കേട്ടുനോക്കൂ. ഹവായിലെ ഒരു സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഹ്യൂലൻ എന്നൊരു മനഃശാസ്ത്രജ്ഞൻ ചാർജ് എടുത്തു. അവിടെ മാനസിക രോഗികളായ വളരെ അപകടകാരികളായ കുറ്റവാളികളുടെ ഒരു വലിയ വാർഡ് തന്നെയുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ രോഗികളെ നേരിട്ട് കാണുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്തില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പകരം അദ്ദേഹം ചെയ്തത് ആ രോഗികളുടെ ഫയലുകൾ നോക്കിക്കൊണ്ട് സ്വന്തം മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ ക്ലീൻ ചെയ്യുക മാത്രമാണ്. തന്നിലൂടെയാണ് ഈയൊരു യാഥാർത്ഥ്യമുണ്ടായതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ വെറും 6-8 മാസത്തിനുള്ളിൽ ആ വാർഡിലെ മുഴുവൻ രോഗികളും പൂർണ്ണമായും സുഖം പ്രാപിച്ചു. മറ്റുള്ളവരെ മാറ്റാൻ അദ്ദേഹം സ്വയം മാറുകയാണ് ചെയ്തത്. അവിശ്വസനീയമാണല്ലേ? അപ്പോൾ ഈ വലിയൊരു മാറ്റം ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഇതിന്റെ 3 പ്രധാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം വേറെ ആരുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തേത്, നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക. ഇനി മൂന്നാമത്തേത്, നമ്മളെല്ലാവരും, ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും പരമോന്നതനായ ഒരു ശക്തിയുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വലിയ സത്യം അംഗീകരിക്കുക. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ. ഇനി ഇതിൽ ശരിക്കും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹീലിംഗ് ടെക്നിക്കിൽ 4 മാന്ത്രിക വാചകങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഐ ആം സോറി. നമ്മളിത് ആരോടാണ് പറയുന്നത്? പുറത്തുള്ള ഒരാളോടല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഉപബോധ മനസ്സിനോടാണ്. എന്റെ ജീവിതത്തിലെ ഈ ഒരു മോശം അവസ്ഥയ്ക്ക് കാരണം എന്റെ തന്നെ ചിന്തകളാണെന്നും ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നുമാണ് നമ്മളിതിലൂടെ പറയുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ആദ്യത്തെ പടിയാണത്. രണ്ടാമത്തെ വാചകം ഇതാണ്, പ്ലീസ് ഫൊഗീവ് മീ. പ്ലീസ് ഫൊഗീവ് മീ. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് വളരെ വിനയപൂർവ്വമുള്ള ഒരു അപേക്ഷയാണ്. നമ്മളൊരു റിലേഷൻഷിപ്പ് തകരുമ്പോഴോ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴോ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നാം തന്നെ ഒരുപാട് വേദനകൾ കൊടുക്കുന്നുണ്ട്. എന്റെ ഈ ചിന്തകൾ കാരണം ഞാൻ എനിക്ക് തന്നെ നൽകിയ ഈ വേദനകൾക്ക് എന്നോട് ദയവായി ക്ഷമിക്കൂ എന്നാണ് നമ്മൾ ഇതിലൂടെ അപേക്ഷിക്കുന്നത്. ഇത് ശരിക്കും ആ പഴയ മുറിവുകളെ ഉണക്കാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ വാചകം താങ്ക് യു. നമ്മൾ ഒരാളോട് നന്ദി പറയുമ്പോൾ ചുറ്റുമുള്ള പോസിറ്റിവിറ്റി എത്രത്തോളം വർദ്ധിക്കുമെന്ന് ഊഹിക്കാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ വന്ന മോശം ആളുകളോടും പ്രതിസന്ധികളോടും നമ്മൾ നന്ദി പറയുകയാണ്. എന്തിനാണെന്നല്ലേ? കാരണം അവരാണ് നമ്മളെ പുതിയ പല പാഠങ്ങളും പഠിപ്പിച്ചത്. നമ്മുടെ മുറിവുകൾ ഉണക്കി നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള അവസരം നൽകിയത് അവരല്ലേ? ഈ ഒരു നന്ദി പറച്ചിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ അപ്പാടെ മാറ്റിമറിക്കും. അവസാനത്തെയും ഏറ്റവും പവർഫുള്ളായുള്ള വാചകമാണ് ഐ ലവ് യു. ഐ ലവ് യു. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിരുപാധികമായ സ്നേഹം നൽകുമ്പോൾ മാത്രമേ അതൊരു പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഇത് നമ്മളോട് തന്നെ പറയുന്നൊരു കാര്യമാണ്. ഇതിനൊരു സയന്റിഫിക് വശം കൂടിയുണ്ട് കേട്ടോ. ഈ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ തലച്ചോറും ഹൃദയവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആവുകയും ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് ഗണ്യമായി കുറയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മനസ്സ് പതിയെ പുതിയൊരു രൂപത്തിലേക്ക് മാറാൻ തുടങ്ങും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ 108 എന്ന സംഖ്യയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ പഠിച്ച 4 വാചകങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതൊരു മന്ത്രം പോലെ എപ്പോഴും ആവർത്തിച്ചു പറയേണ്ട ഒന്നാണ്. 108 തവണ ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉദാഹരണവുമായി താരതമ്യം ചെയ്യാം. നമ്മൾ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡ്രൈവിൽ നിന്ന് പഴയതും ആവശ്യമില്ലാത്തതുമായ ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കളയാറില്ലേ? കൃത്യം അതുപോലെ തന്നെയാണിതും.
തുടർച്ചയായ ഈ ആവർത്തനം നമ്മുടെ തലച്ചോറിലെ പഴയ നെഗറ്റീവ് ചിന്തകളെ മായ്ച്ചു കളയുകയും പുതിയ പോസിറ്റീവ് ചിന്തകളെ അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈയൊരു ഉദാഹരണം നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങളൊരു ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങൾക്കൊട്ടും ആവശ്യമില്ലാത്ത ഒരുപാട് പഴയ സാധനങ്ങൾ ഒരു സൂട്ട് കേസിൽ കുത്തി നിറയ്ക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പഴയ ദേഷ്യം, കുറ്റപ്പെടുത്തലുകൾ, മോശം ഓർമ്മകൾ എന്നിവയെല്ലാം ഒരു വലിയ സൂട്ട് കേസിലാക്കി നമ്മൾ എപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഈ വലിയ ഭാരവും വെച്ച് നിങ്ങൾക്കെങ്ങനെ സുഖമായി മുന്നോട്ടു പോകാനാകും? അതിനാൽ ആവശ്യമില്ലാത്ത പഴയതെല്ലാം ഉപേക്ഷിച്ച് ലഘുവായി യാത്ര ചെയ്യാൻ നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നിങ്ങളിലുള്ള ആ കൊച്ചുകുട്ടി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നടന്ന പല കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ വലിയ പാടുകളുണ്ടാക്കിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, താൻ പങ്കെടുത്തൊരു മത്സരത്തിൽ സ്വന്തം അച്ഛൻ ഒരിക്കലും കൈയടിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു കുട്ടിയൊന്ന് ചിന്തിച്ചു നോക്കൂ. അവൾ വലുതാകുമ്പോഴും എല്ലാവരും തന്നെ ഇട്ടിട്ട് പോകുമോ എന്നൊരു ഭയം എപ്പോഴും അവളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ടെൻഷൻ അടിക്കേണ്ട, ഇതിനെയും ഈ ഹോഓപ്പോനോപ്പോനോയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് എന്താണെന്നാൽ, ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളും എന്നാൽ പവർഫുളുമായ ഒരു പ്രാക്ടിക്കൽ ടെക്നിക്കാണ് ബ്ലൂ സോളാർ വാട്ടർ. ബ്ലൂ സോളാർ വാട്ടർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു നീല നിറത്തിലുള്ള ഗ്ലാസ് കുപ്പിയിൽ ശുദ്ധജലം നിറച്ച് വെയിലത്ത് ഒരു 2-3 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ആ വെള്ളം കുടിക്കുക. സൂര്യന്റെയും ആ നീലനിറത്തിന്റെയും എനർജി ആ വെള്ളത്തിൽ നിറയുകയും അത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും നെഗറ്റീവ് എനർജി മാറുകയും നല്ലൊരു ഉന്മേഷം ലഭിക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്വന്തം മാതാപിതാക്കളുമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളുമായിട്ടുള്ളതൊക്കെ ആയ ബന്ധങ്ങൾ. അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഒരു ശില്പിക്ക് തൻ്റെ ശില്പങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ കാർമിക് സൈക്കിളുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അതായത് മുൻജന്മങ്ങളിലെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായുള്ള ചില കാർമിക് കടങ്ങൾ. ഈ 4 വാചകങ്ങൾ ഉപയോഗിച്ച് ബോധപൂർവം ക്ഷമ ചോദിക്കുന്നതിലൂടെ നമുക്ക് ഈ കാർമിക് കടങ്ങൾ വീട്ടി നല്ല സന്തുലിതമായ ഒരു ഭാവി ഉറപ്പാക്കാൻ സാധിക്കും. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാട്ടിലെ 2 സിംഹങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. സിംഹത്തെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ സ്വയം മാറുക. എങ്ങനെയുണ്ട്? മാതാപിതാക്കളുമായി വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരെ മാറ്റാൻ ശ്രമിക്കുന്നത് പലപ്പോഴും വലിയ പരാജയമായിരിക്കും. കാരണം അവർ അവരുടെ രീതികളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നത് നിർത്തി ഈ ബന്ധത്തിലെ വിള്ളലുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങുക. കാരണം മാറ്റം എപ്പോഴും നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇതിനെ നമുക്ക് മാനിഫെസ്റ്റേഷൻ ബ്ലോക്കേഴ്സ് എന്ന് വിളിക്കാം. 1. നിങ്ങളുടെ സ്വന്തം കഴിവിനെ നിങ്ങൾ തന്നെ സംശയിക്കുന്നു. ഉദാഹരണത്തിന്, 1 കോടി രൂപ നേടുക എന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കും അതിന് സാധിക്കില്ല എന്ന തോന്നൽ. 2. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിനെയോ നിങ്ങളുടെ പഴയ വണ്ടിയെയോ എപ്പോഴും കുറ്റം പറയുന്നത്. 3. കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കും എപ്പോഴും ദാരിദ്ര്യമായിരിക്കും എന്ന ആ ഒരു ചിന്ത. ഈ വക തടസ്സങ്ങളെല്ലാം നീക്കാൻ ഹോഓപ്പോനോപ്പോനോ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്നാൽ, ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് ഉണങ്ങിവരുന്ന പാടിൽ നമ്മൾ വീണ്ടും വീണ്ടും മാന്തിയാൽ എന്ത് സംഭവിക്കും? ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. പോരാത്തതിന് അത് വീണ്ടും രക്തം വരാനും തുടങ്ങും. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങളെയും പഴയ ദേഷ്യങ്ങളെയും വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുന്നത് കൃത്യം ഇതുപോലെ തന്നെയാണ്. പഴയതിനെ പൂർണ്ണമായും അംഗീകരിച്ച് ആ ഭാരങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ പഠിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കല. അങ്ങനെ നമ്മൾ ഈ ഒരു വിശകലനത്തിന്റെ അവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിന്ന് ഇന്ന് നിങ്ങൾ ഏത് വൈകാരിക ഭാരമാണ് താഴെ വയ്ക്കാൻ പോകുന്നത്? ആ പഴയ ദേഷ്യമാണോ? കുറ്റബോധമാണോ? അതോ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന മറ്റെന്തെങ്കിലുമാണോ? ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 അത്ഭുത വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം നിറയ്ക്കാൻ ഇന്ന് തന്നെ തുടങ്ങുക. സ്യൂട്ട്കേസിലെ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഉപേക്ഷിച്ച് ലഘുവായി സന്തോഷത്തോടെയുള്ള ഒരു പുതിയ യാത്ര നിങ്ങൾക്ക് എന്നാരംഭിക്കാൻ കഴിയും? ചിന്തിച്ചു നോക്കൂ,